ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്, അവരുടെ ഒരു സിറ്റുവേഷൻ എനർജി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്, പൊതുവെ അവരുടെ ഒരു സിറ്റുവേഷൻ എനർജി എന്താണെന്നുള്ളത് അറിയാം. Five of Wands, Three of Pentacles, Five of Pentacles, Nine of Swords, Six of Pentacles, Eight of Cups, Two of Cups, Four of Wands, King of Cups, Page of Cups, Chariot, Eight of Wands and Page of Swords. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, വളരെ പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യത്തിലൂടെ പോകുന്നൊരവസ്ഥ, ആരും ഇല്ലെന്നുള്ളൊരു തോന്നൽ, വേണ്ടത്ര പരിഗണിക്കപ്പെടാത്തൊരവസ്ഥ, ഇങ്ങനെ പല എനർജീസും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, എന്നാൽ അത്രയും ഒരു കഠിനമായിട്ടുള്ള സാഹചര്യത്തിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും അത് ഓവർകം ചെയ്യാനുള്ള ആ ഒരു പേഴ്സൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയും നമുക്കിവിടെ കാണാം. ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ്ലി തളർന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ അവിടെ നിന്ന് പിന്നീട് എണീക്കാൻ പോലും കഴിയണമെന്നില്ല. എന്നാൽ ചിലരങ്ങനെയല്ല, അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ തളർന്നു പോയി എന്ന് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് വരാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്കുണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ്സാന്നിധ്യം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ അത്തരത്തിലുള്ളൊരവസ്ഥയിലായിരിക്കാം. ഇതിപ്പോൾ നമ്മൾ അവരുടേതായിട്ടുള്ള ഒരു കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ മാനസികാവസ്ഥ ആയിട്ടാണ് നോക്കുന്നത്. നിങ്ങളുമായിട്ട് അത്രയും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, അവരുടെ പൊതുവെയുള്ള ഒരു ഇപ്പോഴത്തെ ഒരു എനർജിയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം, ഈ എനർജീസിൽ തന്നെ ഫസ്റ്റ് റോയിലുള്ള ഈ ഒരു എനർജീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരെത്രത്തോളം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അല്ലാതുണ്ടെങ്കിൽ പോലും അവരുടെ ലൈഫിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആർഗ്യുമെൻറ്റ്സോ തർക്കങ്ങളോ ആ ഒരു രീതിയിൽ വളരെ ഒരു കോമ്പറ്റീറ്റീവായിട്ടൊക്കെ പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ട് എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, വളരെ നിരാശമായിട്ട് തല താഴ്ത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നമുക്കൊരു കുറ്റബോധം കാണാം, ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി കാണാം. അപ്പോൾ അത്രത്തോളം ഒരു പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യത്തിലൂടെ ഇവർ പോകുന്നുണ്ട്. എന്തോ ഒരു കാര്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതോർത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ മനസ്സിലാക്കുന്ന ആരും ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ളൊരു സമയമായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അതുകൊണ്ടാണ് അവരവിടെ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോലും ആരും ഇല്ല എന്നുള്ളൊരു എനർജിയൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു കാര്യമാവാം. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് വൈസൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്രത്തോളം ഒരു പെയിൻ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്തത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കവിടെ കാണാം.
ചിലപ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ കണ്ടിട്ടുള്ള കാര്യമായിരിക്കാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ എനർജി ഇൻവെസ്റ്റ് ചെയ്ത കാര്യമായിരിക്കാം മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു മൈൻഡ് ഒന്ന് സെറ്റാക്കാനുള്ള ഒരു എനർജി. അല്ലാന്നുണ്ടെങ്കിൽ അവരതിനായിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടാവാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ കാര്യമായിട്ട് തളർന്നു പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിന് പോലും ആരും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. എങ്കിലും അത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളായിരിക്കാം എല്ലാം ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരൊരുപാട് ശ്രമിക്കുന്ന ആ ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ആ ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം, മാനസികാവസ്ഥയായിരിക്കാം. അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇറങ്ങി പിന്തിരിഞ്ഞ് നടക്കണം എന്നുള്ള ആ ഒരു എനർജി നമുക്ക് കാണാം. പകരമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു കൂടിച്ചേരലാണ്. ഒരു ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കൂടിച്ചേരലായിരിക്കാം. മേ ബി അത് ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കാം. കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു കറന്റ് എനർജി നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോഴേ നമുക്ക് ഒതന്റിക് ആയിട്ട് അത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ഷനുള്ള പേഴ്സണെ കുറിച്ച് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി മറ്റൊരു സാഹചര്യത്തിൽ പോയൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാനായിട്ട് വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുകയും എന്നാൽ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിലേക്ക് ചെന്ന് ചേരാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഹാർമണി ഉണ്ടാവാനായിട്ടൊക്കെ മനസ്സുകൊണ്ട് ഒരുപാട് താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അതായത് നിലവിൽ ഈ ഒരു വ്യക്തി വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആഗ്രഹിക്കുന്നത്. അവർ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വളരെ സുരക്ഷിതത്വമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് ചേരാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അതിനായിട്ടാണ് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതൊക്കെ അതിനായിട്ട് തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിലവിൽ അതിന് കഴിയുന്നില്ല. അവരിപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴായിരിക്കാം അവർക്ക് ജീവിക്കാനുള്ളൊരു പ്രേരണ കിട്ടുക എന്ന് നമ്മൾ പറയില്ലേ? എന്ന് പറയുന്നത് പോലെ ആ ഒരു സാഹചര്യത്തിൽ പോലും അവർ ചിലപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഈ പറഞ്ഞ ചിന്താഗതി കൊണ്ടായിരിക്കാം. ചിലവർക്ക് ഇങ്ങനെയുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കഴിയണം എന്നില്ലാത്ത ആൾക്കാരുണ്ട്. അതായത് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ തളയ്ക്കപ്പെട്ടു പോയത് കൊണ്ടൊക്കെ അതിനകത്ത് തന്നെ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഇവർക്ക് കുറച്ചൊരു പ്രത്യാശയായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവര് വളരെ സുരക്ഷിതമായിട്ട് കാണുന്ന ആ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷനാണ്. നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ അവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് അത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്കൊരു സമാധാനം കിട്ടുന്നത്. അല്ലാതെ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാം ഉള്ളിലൊതുക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. പുറമെ അവർ ചിലപ്പോൾ ഇതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. വളരെ കൂളായിട്ടിരിക്കുന്നതായിട്ട് ആർക്കാണെന്നുണ്ടെങ്കിലും തോന്നിയേക്കാം. ഈ ഒരു പേഴ്സൺ വലിയ കുഴപ്പമൊന്നുമില്ല. അവർ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യമായിരിക്കാം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ മനസ്സുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ അവർ പോകുന്നുണ്ട്. ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. മെയിൻലി നമ്മൾ ഈ ഒരു എനർജി കണ്ടതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഹാപ്പിനെസ്സ് കണ്ടെത്താൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ വേറെ വ്യക്തികൾ ചുറ്റും ഉണ്ടാവാം. അവരോടൊപ്പം ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു പെയിനാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലരെയും നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യാറുണ്ട്. അവരെ പുറമേ കാണുമ്പോൾ അവർക്ക് വളരെ സന്തോഷമുള്ള വ്യക്തിയായിട്ട് തോന്നാറുണ്ട്. ചിലവരെ നമ്മൾ വളരെ എന്താ പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണാറുണ്ട്. പക്ഷേ ഏറ്റവും അടുത്തറിയുന്നവർക്കോ ചിലപ്പോൾ ആർക്കും അറിയണമെന്ന് തന്നെയില്ല അവരുടെ ഉള്ളുകൊണ്ട് അവരെത്ര സെൻസിറ്റീവാണ് അല്ലെങ്കിൽ എത്ര പാവം ഉള്ള വ്യക്തികളാണെന്നുള്ളത്. അപ്പോൾ പുറമെ നിന്ന് ജഡ്ജ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തിനും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ മനസ്സിൽ എത്ര നിരാശയുണ്ട്, വിഷമമുണ്ടെങ്കിലും ഒരു എവിടേക്കോ ഒരു ഹോപ്പുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുന്നത്. അല്ലെങ്കിൽ വളരെയധികം ഫാന്റസി ആയിട്ട് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഇന്നർ ഹാപ്പിനെസ് ചിലപ്പോൾ ഒരുപാട് വിഷമത്തിനിടയിൽ അവർ കണ്ടെത്തുന്നത് ഈ വഴിയിലൂടെ ആയിരിക്കും. ഒരു ന്യൂ ബിഗിനിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണിത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒതന്റിക് ആയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സ്പ്രെഡ് അല്ല അല്ലെങ്കിൽ അവരുടെ മാത്രം കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നതെങ്കിൽ കൂടിയും ചിലപ്പോൾ അത് നിങ്ങളോട് തന്നെ ആയിരിക്കും.
നമുക്ക് ഇനി അടുത്തൊരു സ്പ്രെഡ് എടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഇത്രയും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ വഴിയിലെ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും അതുപോലെ യാഥാർത്ഥ്യവും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടതുപോലെ അത്രയും ഒരു അപ്സെറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അത്രയും വിഷമിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ഇന്ന രീതിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. അവിടെ തന്നെ അങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ തീർച്ചയായിട്ടും കാര്യങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയും അവരുടെ ആഗ്രഹവും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ആർജവമൊക്കെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി നോക്കി കാണാനും, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പും വളരെ കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണ്, നിങ്ങളിലേക്കാണ് ഈ ഒരു പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളെയാണെന്നുണ്ടെങ്കിലും, അല്ല അവരുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യമാണെന്നുണ്ടെങ്കിലും, അതിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വീണ്ടും ഉണ്ടാവാൻ സാഹചര്യം ഉണ്ടോയെന്നോ, എല്ലാം ആ ഒരു രീതിയിൽ ലോജിക് വൈസ് ചിന്തിക്കാനും ഈ ഒരു പേഴ്സണ് ഇപ്പോൾ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലൊക്കെ അവർ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ അവരുടെ ഒരു കംഫർട്ട് സോണിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സമാധാനവും സെക്യൂർ ആയിട്ടൊക്കെ തോന്നുന്ന ഒരു പ്ലേസിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അവരൊരു അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പെട്ടെന്നുള്ളൊരു മാറ്റം അതിനുണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു എഫേർട്ട് ഈ ഒരു പേഴ്സൺ ഇടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ ഈ ലാസ്റ്റ് റോസിലുള്ള എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന എനർജീസ് ആയിട്ട് തന്നെ കാണാം. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനർജിയാണ്. അതൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളെ തേടി വന്നിട്ടുണ്ടാവണം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു കോൺടാക്റ്റ് മെസ്സേജ് ഒക്കെ അവരിൽ നിന്ന് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തളർന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അങ്ങനെ ഇരുന്ന് പോട്ടെ എന്നല്ല, അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റേണൽ ഫയർ ഉള്ള ഒരു പേഴ്സൺ എനർജി കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളോടുള്ള ഒരു എനർജി ആറ്റിറ്റ്യൂഡൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. Queen of Cups, Ten of Pentacles, Two of Pentacles, Empress, Hierophant, Magician, Nine of Wands, Ace of Wands, Judgment, Four of Pentacles, Page of Pentacles, Ten of Swords, Hanged Man, Eight of Cups, Four of Wands, Four of Cups, and King of Pentacles. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളുടെ സ്പ്രെഡിൽ എടുത്തിട്ടുള്ള പല എനർജീസും ഇവിടെ റിപ്പീറ്റ് ആയിട്ട് കാണാം.
അപ്പോൾ നേരത്തെ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ, മാനസികാവസ്ഥയൊക്കെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ അവരുടെ ഒരു മോശം അവസ്ഥയിൽ നിന്ന് അവരെ വളരെ കംഫോർട്ട് സോണിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് വരാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള റിഫ്ലക്ഷൻസ് കാണുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങളോടാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇത് നേരത്തെയുള്ള സ്പ്രെഡിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു എനർജീസ് തന്നെയാണ്. അതായത് അവർ അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ആ ഒരു കാര്യം എന്താണോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ തടസ്സമായിട്ട് നിന്നിട്ടുള്ളതും അവരിപ്പോൾ ഒരു സ്റ്റക്ക് ഫേസിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതും ഒരേ കാര്യമായിരിക്കും. അതിൽ നിന്ന് ഇറങ്ങി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയാണ് ഒരു കംഫർട്ട് സോൺ. നമുക്ക് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു വെളിച്ചം, അത് അകലെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡബിൾ കൺഫർമേഷൻ എന്ന് തന്നെ പറയാം. ആ ഒരു പേഴ്സൺ നിങ്ങളിലാണ് അവരുടെ ഒരു ഹോപ്പ് വച്ചിരിക്കുന്നത്. അകന്നു പോയൊരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ആ ഒരു ലക്ഷണമാണത്. അതുപോലെ തന്നെ നേരത്തെ നമ്മളുടെ സ്പ്രെഡിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് വന്ന മറ്റൊരു എനർജിയാണ് ആ ഒരു കിങ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളോടുള്ള എനർജി നോക്കുമ്പോൾ ആ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജിയും കാണാം. നമ്മൾ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്സ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള തരത്തിലുള്ള അത്രയും ചേർച്ചയുള്ള രണ്ട് എനർജീസാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി, അവരുടെ ഒരു സാഹചര്യം വളരെ മോശമാണ്. അത്രത്തോളം ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അവരുടെ ഒരു സാഹചര്യത്തിൽ ഒട്ടും സന്തോഷം ഉണ്ടാവണമെന്നില്ല. അവിടെ നിന്നൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരാനാണ് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ അവരുടെ ആ ഒരു സ്ലീപ്ലെസ് നൈറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെയും കണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ അവർ പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചീറ്റിംഗ് ആയിട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ ഈ പേഴ്സൺ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അവരെ ഇപ്പോൾ വല്ലാതെ ഒരു കുറ്റബോധം, വിഷമം, സങ്കടമൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ചധികം വ്യക്തികൾക്ക് ചിലപ്പോൾ ഇതൊരു കപ്പിൾ എനർജി തന്നെ ആയിരിക്കാം. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇവരുടെ പല എനർജീസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംതിങ് സ്പെഷ്യൽ, ഒരു ഫാമിലി ടൈപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കേണ്ടതാണ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ കയറി നിൽക്കുന്ന എനർജീസാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു ബോണ്ടിങ് നല്ലതുപോലെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. കാര്യം ഇപ്പോൾ നിങ്ങൾ അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായിട്ടുള്ള, പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അവർ ആ ഒരു റിയാലിറ്റി വളരെ ടഫാണ്, മോശമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. എങ്കിലും അവരുടെ ആഗ്രഹവും റിയാലിറ്റിയും ഒന്നാക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. സെയിം ഇവിടെ നമുക്ക് കാണാം, അവർ അതിനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന, അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് തടസ്സവും കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് വൈരുദ്ധ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് ഒരുപാട് അസൂയ തോന്നിയിട്ടുള്ള വ്യക്തികളുണ്ടാവാം. നിങ്ങൾ സെപ്പറേറ്റ് ആയി പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളുണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കണം, അല്ലെങ്കിൽ ആ ഒരു വാരിയർ എനർജി ചില സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സണിൽ വളരെ ശക്തമായിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. എപ്പോഴും അവർ വളരെ മൂടിയായിട്ടിരിക്കുന്നില്ല. ആ ഒരു ഊർജം, അല്ലെങ്കിൽ മുന്നിലേക്ക് വരാനുള്ളൊരു ആർജവം അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഒക്കെ വളരെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിലും അവരുടെ മനസ്സ് പറയുന്നത് അതിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കൂടുതൽ തരണം എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങളെ വേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കാം അവരതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ആ, ശക്തമായിട്ട് തന്നെ അവരെ പിടികൂടിയത് കൊണ്ടായിരിക്കാം. എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ നിലവിൽ അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു കണക്ഷൻ അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിനകത്ത് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് വളരെ സെക്യൂറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ സന്തോഷത്തോടെ പോകാൻ പറ്റുന്നത് ഈ ബന്ധത്തിലാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടിരുന്നൊരു സമയത്തൊക്കെ അവർ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ കൂടെ നിന്നവർ തന്നെ ഒറ്റപ്പെടുത്തി പോവുകയോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നവരിൽ നിന്ന് തന്നെ
തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ അവരുടെ ഒരു സേഫ് സോണായിട്ട് നിലവിൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അവർ വീണ്ടും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് തടസ്സങ്ങളും ഒബ്ജെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഈ വ്യക്തിക്ക് അറിയാം. അത് നമ്മൾ നേരത്തെ സ്പ്രെഡിലും പറഞ്ഞ കാര്യമാണ്. ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടുകൂടി വെക്കുന്നു. അങ്ങനെ എടുത്തു ചാടുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോവാതെ കുറച്ചും കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും വളരെ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുന്നതായിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് കാണുന്നത്. ഇവിടെ ആ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീബർത്ത് ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം കൈവിട്ട് പോയി എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് വീണ്ടും ഒരു ഹാപ്പിനെസ്സിലേക്ക് വരാനായിട്ടുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ആ ഒരു പേഴ്സൺ ഇപ്പോഴായിരിക്കും ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നതിനോടൊപ്പം മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് മാറി നടന്നപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലേക്ക് അവർ പോയപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സന്തോഷം കൂടിയാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്നുള്ളത്. ഒരുപക്ഷെ അപ്പോൾ ആ ഒരു പേഴ്സണ് തോന്നണമെന്നില്ല, അല്ലെങ്കിൽ വളരെ വിഷമിച്ച് മാറിപ്പോയിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ലാതെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവർക്ക് ആ ഒരു റിഗ്രറ്റും വിഷമമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നു എന്നുള്ള അവർക്ക് നല്ല ഉത്തമ ബോധ്യം ഉണ്ടാവാം. ചിലവർ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ സ്റ്റക്കായി കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ പിന്നെ അവനവൻ്റെ ലൈഫിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്വന്തം ലൈഫ് സെക്യൂർ ആക്കാനായിട്ട് നോക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക. എന്താണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അവരുടെ ഒരു സന്തോഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരിക്കലും ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ആ ഒരു എനർജി അവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ചിലർക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കോൺടാക്റ്റ് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് അത് കിട്ടണമെന്നില്ല. എങ്കിൽ കൂടിയും നമുക്കിവിടെ കാണാം അവർ വളരെ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആക്ഷനിലേക്ക് വന്നാലും ഇല്ലെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ടുള്ളൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് അപ്പോഴത്തെ ഒരു പരിഭ്രമം, വിഷമം, ആ ഒരു വെപ്രാളത്തിൽ ചെയ്യുന്നതും നല്ലതുപോലെ ആലോചിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ നിലനിൽപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടും എല്ലാ തരത്തിലും ഒരു റീതിങ്കിങ് ഒക്കെ നടത്തി എടുക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മറ്റെന്തിനേക്കാൾ കൂടുതലായിട്ടും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു കണക്ഷൻ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ വേറെ ഒരു കാര്യത്തിനും അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണ് ഒരു സ്റ്റെബിലിറ്റി വേണ്ടത്, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ അത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, എനർജിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നതും ഈ എനർജി തന്നെയാണ്. അപ്പോൾ അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്കുലിൻ എനർജിയാണ്. മെസ്കുലിൻ എനർജി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് ഒരു മെയിലിറ്റി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം അത് ജെൻഡർ വൈസ് അല്ല. അവിടെ ആ ഒരു വ്യക്തിയുടെ ഉറച്ച തീരുമാനം, അല്ലെങ്കിൽ ഇനി തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്, എൻ്റെ കൈകളിലാണ് കാര്യങ്ങളുള്ളത് എന്നൊക്കെയുള്ള അവരുടേതായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു ഇത്. ചില കേസസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറി പോകുന്ന വ്യക്തികളെ കാണാം, ഒരു ഭീരുക്കളായിട്ടിരിക്കുന്ന ആൾക്കാരെ കാണാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അനലൈസ് ചെയ്യുകയും മുന്നോട്ട് വരാനായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതാണ് അതിൽ നിന്നൊക്കെയുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ ഇതുപോലെ നിങ്ങളിൽ നിന്ന് അകന്ന് പോയ ഒരു പേഴ്സൺ വീണ്ടും തിരിച്ചു വരിക, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക, ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ആ ഒരു പേഴ്സൺ തിരിച്ചു വരും, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുന്നുള്ളത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണമെന്നില്ല. കാരണം അത്രയും വേഴ്സായിട്ട് ചിലപ്പോൾ മാറിപ്പോയിട്ടുള്ളൊരവസ്ഥയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ കാണാം ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ട്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അത്രയും സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ 31, Scorpio zodiac sign, Virgo zodiac sign, Kollam district, Capricorn. Number 17, number 23,
നമ്പർ 5, നമ്പർ 13 13, ചോതി നക്ഷത്രം, ലെറ്റർ എസ്. ലിയോ സോഡിയാക് സൈൻ, മകയിരം നക്ഷത്രം, എറണാകുളം, കാസർഗോഡ്, ലെറ്റർ ഐ. നമ്പർ 6, ലെറ്റർ ഇ, ലെറ്റർ ജെ. Number 20, number 11 and letter K. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായി യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.